Welcome back to our new chapter, Communication System. ഈ ചാപ്റ്റർ നീറ്റ് എക്സാമിനില്ല, അതേസമയം നീറ്റ് എക്സാമിൻ്റെ സിലബസിലില്ല. അതേസമയം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായി ഈ ചാപ്റ്റർ ചില ക്വസ്റ്റ്യൻ ലിങ്ക് ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ അതേസമയം JEE പോലെയുള്ള എക്സാമുകൾക്ക് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാനപരമായ ഒരു ചാപ്റ്ററാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമുക്കിതിന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എങ്ങനെയാണ് ഇതിലെ തിയറി പാർട്ട്, നിങ്ങൾ പഠിക്കാത്ത തിയറി പാർട്ടുകൾ കുറച്ചധികം ഫോക്കസ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതിലെ ഫസ്റ്റ് ഭാഗമാണ് നമുക്ക് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വേണ്ട അടിസ്ഥാനപരമായ ടേമുകൾ പറയുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മീനിങ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മീനിങ്ഫുൾ ആയിട്ട് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഒന്ന് ബ്രോഡ് ബാൻഡ്, രണ്ടാമത്തെ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. ഫോൺ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് വേവിനെ സെൻഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കാൾഡ് പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ there is a single transmitter but a large number of receivers, just like TV നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് റിസീവേഴ്സ് ഉണ്ട്. അതിനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഫോണിനെ നമ്മൾ ഡുപ്ലെക്സ് എന്നാണ് പറയുന്നത്. ഡുപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫോൺ അറ്റ് എ ടൈം ട്രാൻസ്മിറ്റർ ആണ്, ഓൾസോ റിസീവർ. നമ്മൾ ഒരാൾക്ക് അങ്ങോട്ട് പറയാം, അതേസമയം അയാൾ പറഞ്ഞാൽ ഇങ്ങോട്ടും കേൾക്കാം. അതുകൊണ്ട് ഡുപ്ലെക്സ്, രണ്ട് വഴി എന്നുള്ളത് കൊണ്ടാണ് ഡുപ്ലെക്സ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ എലമെന്റ് അടിസ്ഥാനപരമായ ടേമുകളാണ്. ഒന്ന് ട്രാൻസ്മിറ്റർ, രണ്ട് റിസീവർ, മൂന്നാമത് ചാനൽ, നാലാമത്തത് ആന്റന, റേഞ്ച്, ട്രാൻസ്ഡ്യൂസർ, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എക്സെട്ര. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്രാൻസ്ഡ്യൂസർ ആണ്. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എനർജി കൺവേർട്ടർ ആണ്. എനർജി കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ. Mic is a transducer, loudspeaker is a transducer, LED is a transducer. Clear? Okay. രണ്ട് തരത്തിലുള്ള സിഗ്നൽസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒന്ന് അനലോഗ് സിഗ്നലും രണ്ടാമത്തത് ഡിജിറ്റൽ സിഗ്നലും. സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമേഷനെ ഒരു ഇലക്ട്രിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതിനെ പറയുന്ന പേരാണ് സിഗ്നൽ. രണ്ട് തരത്തിലുള്ള സിഗ്നൽ ആണ് ഉണ്ടാകുക. ഒന്ന് അനലോഗ് സിഗ്നൽ. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ there is a continuously varying with the time. ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ്ലി വാരി ചെയ്യും. ഡിജിറ്റൽ സിഗ്നലിന്റെ പ്രത്യേകത ഇറ്റ് ഹാസ് എ ഡിസ്ക്രീറ്റ് സ്റ്റെപ്പ് വൈസ് വാല്യൂ. ക്ലിയർ? ഇതാണ് ഡിജിറ്റൽ സിഗ്നൽ. ഡിജിറ്റൽ സിഗ്നലിന്റെ പ്രത്യേകത അതിന് 1, 0, ഹൈ, ലോ ഓർ യെസ് ഓർ നോ എന്നാണ് ഉണ്ടാകുക. അതേസമയം ഇവിടെ കണ്ടിന്യൂസ്ലി വാരിയിങ് ഉണ്ടാവില്ല. ഇതാണ് അനലോഗ് സിഗ്നൽ, ഇതാണ് ഡിജിറ്റൽ സിഗ്നൽ. സോ ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ. ക്ലിയർ? അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അനലോഗ് സിഗ്നലിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമുക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കുഴപ്പമില്ല എന്ന് പറയും. ദാറ്റ് ഈസ് കാൾഡ് അനലോഗ്. ഓക്കെ. അതേസമയം നമുക്ക് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിച്ചോ തോറ്റോ. സോ ഇറ്റ് ഹാസ് എ പ്രിസൈസ് വാല്യൂ, യെസ് ഓർ നോ. ദാറ്റ് ഈസ് കാൾഡ് ഡിജിറ്റൽ സിഗ്നൽ. ക്ലിയർ? അനലോഗ് സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നൽ. അടുത്ത ഒരു ടേമാണ്, വളരെ പ്രധാനപ്പെട്ട ടേമാണ് റേഞ്ച്. റേഞ്ച് ഓഫ് ആന്റന. ഒരു ആന്റനയുടെ അല്ലെങ്കിൽ ഒരു ടവറിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? നമ്മളതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഇക്വേഷൻ മതി. ഇത് എർത്ത് ആണെന്ന് വിചാരിക്കുക. എർത്തിന്റെ റേഡിയസ് ആണ് R. ഇവിടെ h ഹൈറ്റ് ഉള്ള ഒരു ആന്റന ഉണ്ടെങ്കിൽ ഈ ആന്റനയിൽ നിന്ന് എത്തുന്ന സിഗ്നൽ എത്താവുന്ന മാക്സിമം ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഞ്ച്. ഈ ആന്റനയിൽ നിന്ന് സിഗ്നൽ ഇതാ നല്ല കറക്റ്റ് ആയിട്ട് എത്തുന്നതിനെ പറയുന്ന പേരാണ് റേഞ്ച്, D. പൊതുവെ നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോണിലെ കട്ടകളെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ റേഞ്ച്, ദാറ്റ് ഈസ് സിഗ്നൽ സ്ട്രെങ്ത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ വേർ ദ സിഗ്നൽ റീച്ച് സഫിഷ്യന്റ് സ്ട്രെങ്ത്. സിഗ്നൽ ഒരു സഫിഷ്യന്റ് സ്ട്രെങ്ത്തിൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്ന ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഞ്ച്. ഇത് മാത്തമാറ്റിക്കലി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ D = √2RH ആണ്. √2RH. അതുകൊണ്ടാണ് നമ്മൾ റേഞ്ച് എന്ത് ചെയ്യുന്നത്? റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊബൈൽ ടവേഴ്സ് എല്ലാം ഹൈറ്റിൽ വെക്കുന്നത്. ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് കൂടും. D directly proportional to √h. ഓക്കെ, √h. അങ്ങനെയാണെങ്കിൽ ഈ ടവർ കൊണ്ട് എത്ര ഏരിയയിലേക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ കാണാം. അപ്പൊ ഇതൊരു ടവർ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് മാത്രമാണോ? അല്ല, ത്രൂ എ സർക്കിൾ ഓഫ് റേഡിയസ് D.
Therefore, area covered A is equal to what? Pi d square. Therefore, area covered is equal to 2 pi RH. 2 pi RH. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചില സമയങ്ങളിൽ കാണാറുണ്ട്, കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടവർ കൊണ്ട് കിട്ടുന്ന ഉപയോഗം ആർക്കും കിട്ടി? പോപ്പുലേഷൻ കവേർഡ്. പോപ്പുലേഷൻ കവേർഡ് is equal to what? Area covered into what? Area covered into density, population density. ആ ഏരിയയിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ്. That is equal to what? 2 pi RH rho. Okay, this is the population covered. ഓക്കെ, അപ്പോൾ ഒരു ടവറിന്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വ്യത്യസ്തമായ ഇക്വേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഏരിയ കവേർഡ് ആൻഡ് പോപ്പുലേഷൻ കവേർഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ കവേർഡ് കണ്ടു, ഏരിയ കവേർഡ് കണ്ടു. ഇനി നമുക്ക് അടുത്തൊരു ടേം നോക്കാനുള്ളത് എന്താണ് മോഡുലേഷൻ എന്നാൽ എന്താണ്? മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സിഗ്നൽ ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി കാരിയറുമായി മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മോഡുലേഷൻ. സോ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സിംഗ് ഓർ സൂപ്പർ ഇമ്പോസിംഗ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സിംഗ് ആണ്. മിക്സിംഗ് ഓർ സൂപ്പർ ഇമ്പോസിംഗ് ഏതൊക്കെയാ? ലോ ഫ്രീക്വൻസി സിഗ്നൽ, ലോ ഫ്രീക്വൻസി സിഗ്നൽ പ്ലസ് ഹൈ ഫ്രീക്വൻസി കാരിയർ. കാരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്ന സിഗ്നൽസ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മോഡുലേഷൻ. അപ്പൊ എന്തായിരിക്കും ഡിമോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? ഇതിന്റെ നേരെ റിവേഴ്സ് ആണ്. ഈ മിക്സ് ചെയ്ത സിഗ്നൽ, ഈ മിക്സ് ചെയ്ത ഫോമിൽ നിന്ന് സിഗ്നലിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിമോഡുലേഷൻ. നമുക്ക് രണ്ട് തരത്തിലുള്ള മോഡുലേഷൻ ആണുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ, രണ്ട് പൾസ് വേവ് മോഡുലേഷൻ. പൾസ് വേവ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കാരിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ. അതായത് ഡിജിറ്റൽ കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ടൈപ്പ് കാരിയേഴ്സ്. ഓക്കെ, ഇതെല്ലാം പൾസ് ഫോമാറ്റ് ആണ്, പക്ഷേ കാരിയർ ഡിജിറ്റൽ ഫോം ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? പൾസ് വേവ് മോഡുലേഷൻ ഓർ ഡിജിറ്റൽ കാരിയർ എന്ന് പറയാം. അതേസമയം നമ്മളെ മോഡുലേറ്റ് ചെയ്യുന്ന കാരിയർ, ഇതെല്ലാം കാരിയർ ആണ്, ഹൈ ഫ്രീക്വൻസി വേവുകളാണ്. ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ we can say that what? This continuous wave modulation, this pulse wave modulation. നമുക്ക് കണ്ടിന്യൂസ് വേവ് മോഡുലേഷനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കാനില്ല. ഡിജിറ്റൽ പൾസ് വേവ് മോഡുലേഷനെ കുറിച്ച് പഠിക്കാനില്ല. കൂടുതൽ നമുക്ക് ഇതാണ് കാരിയർ വേവ്. അപ്പോൾ ഒരു കാരിയർ വേവ് മോഡുലേഷനെ തന്നെ മൂന്നായിട്ട്. ഒരു മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് മാറ്റം വരിക? കാരിയറിന് മാറ്റം വരും വിത്ത് റെസ്പെക്ട് ടു വാട്ട്? സിഗ്നൽ. സിഗ്നലിനനുസരിച്ച് ആർക്കാണ് ചേഞ്ച് വരുന്നത്? കാരിയറിനാണ് ചേഞ്ച് വരുന്നത്. സോ ഇൻ എ മോഡുലേഷൻ ആരാണ് ചേഞ്ച് ചെയ്യുന്നത്? കാരിയർ ചേഞ്ച്. കാരിയറിനാണ് ചേഞ്ച് ചെയ്തത്. ഏതിനനുസരിച്ച്? സിഗ്നലിനനുസരിച്ച് കാരിയറിന് വരുന്ന മാറ്റത്തെ പറയുന്ന പേരാണ് ഇത് മോഡുലേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കാരിയറിന്റെ ഏതൊക്കെ ടേം ഉണ്ട്? ആംപ്ലിറ്റ്യൂഡിന് മാറാം, ഫ്രീക്വൻസി മാറാം, ഫേസ് മാറാം. Therefore, there are 3 type of modulation. First one, amplitude modulation AM. രണ്ടാമത്തത് ഫ്രീക്വൻസി മോഡുലേഷൻ FM. മൂന്നാമത്തത് ഫേസ് മോഡുലേഷൻ PM. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്? ഇൻ ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആർക്കാണ് മാറ്റം വരുന്നത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയറിനാണ് മാറ്റം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു സിഗ്നൽ ആണ് ഞാൻ ഇവിടെ ഫസ്റ്റ് വരയ്ക്കുന്നത്. ഒരു സിഗ്നൽ ആണ്, ഇതൊരു സിഗ്നലാണ്. സിഗ്നൽ, ഈ സിഗ്നല് ഒരു കാരിയറുമായി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസി സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് AC. AM, AC അല്ല AM. സിഗ്നലിന് ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഭാഗമുണ്ട്, ലോ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവിൽ ഹൈ ഉണ്ട്, ലോ ഉണ്ട്, സീറോ ഉണ്ട്. ഓക്കെ, പല ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഇതിനെ നാം സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി കാരിയറുമായിട്ടാണ്. ഹൈ ഫ്രീക്വൻസി കാരിയറുമായിട്ടാണ്. ഓക്കെ, ഈ ഹൈ ഫ്രീക്വൻസി കാരിയറുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി കാരിയറുമായിട്ട് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് AC. ഇത് കാരിയർ വേവ് ആണ്. ഈ കാരിയർ വേവിനുമായി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് മാറ്റം വരുന്നതെങ്കിൽ ദാറ്റ് മോഡുലേഷൻ ഈസ് കാൾഡ് വാട്ട്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്.
ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നോക്കാം, ഇവിടെ ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ ഏറ്റവും കുറവാണ്, ഇവിടെ വീണ്ടും ഏറ്റവും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ ഫിഗർ നോക്കൂ. ആർക്കനുസരിച്ചാ മാറ്റം വന്നത്? സിഗ്നലിനനുസരിച്ച്. ആർക്കാ മാറ്റം വന്നത്? കാരിയറിന് മാറ്റം വന്നു. This is the AM wave, amplitude modulated wave. ഇതിന്റെ മാക്സിമം ഫ്രീക്വൻസി ആണ്, മാക്സിമം ആണ് A max. ഈ ഭാഗത്തെ പറയുന്ന പേരാണ് A minimum. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡുലേഷൻ നടന്നു. ഈ മോഡുലേഷൻ ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് mu is equal to what? AM by AC. mu is equal to AM by AC. or another equation ആണ് മോഡുലേഷൻ ഇൻഡെക്സിന്റെ mu is equal to, ഇത് A max ആണ്, ഇത് A minimum ആണ്. therefore another relation that is equal to A max minus A minimum divided by A max plus A minimum. So this is the equation to find the amplitude modulation index. അപ്പോൾ മ്യൂവിന് രണ്ട് ഇക്വേഷൻ ആണുള്ളത്. ഒന്ന് AM by AC യും രണ്ടാമത്തേത് ഏതാണ്? A max plus A minimum. ഓക്കെ, A max plus A minimum രണ്ട് ഇക്വേഷൻ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ മോഡുലേഷൻ ഇൻഡെക്സ് mu is equal to 1 is equal to 100% ആണെങ്കിൽ എന്താണ്? AM is equal to what? AC. അതായത് ആ സമയത്ത് A minimum എന്താണ്? 0 ആണ്. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഏറ്റവും കുറവിൽ നിന്ന് ഏറ്റവും കൂടുതലിലേക്ക് എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ പ്രത്യേകത, അപ്പൊ രണ്ട് ഇക്വേഷൻ, if mu greater than 1 ആണെങ്കിൽ ഡിസ്റ്റോർഷൻ occurs. എന്താണ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ? ആ ഫിഗർ ഒന്ന് നോക്കൂ. സിഗ്നൽ മിസ്സിങ്ങിനെയാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇതാ ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സിഗ്നൽ മിസ്സായിട്ടുണ്ട്, സിഗ്നൽ മിസ്സിംഗ്. അതിനെ പറയുന്ന പേരാണ് ഡിസ്റ്റോർഷൻ occurs. ഓക്കെ, അപ്പൊ സിഗ്നലിൽ ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ടുണ്ട്, അതാണ് സിഗ്നൽ മിസ്സിംഗ് എന്ന് പറയുന്നത് മ്യൂ. അങ്ങനെയാണെങ്കിൽ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ ഒരു വേവിന്റെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. Cm of t is equal to AC sin omega ct plus mu AC by 2 cos omega c minus omega m of t plus mu AC by 2 cos omega c plus omega m of t. ഇതാണ് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ ഇക്വേഷൻ. എത്ര ടേമുകളാണ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിലുള്ളത്? 3 ടേമുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കാരിയർ ഫ്രീക്വൻസി, രണ്ട് കാരിയർ മൈനസ് സിഗ്നൽ, മൂന്ന് കാരിയർ പ്ലസ് സിഗ്നൽ. 3 തരത്തിലുള്ള ഫ്രീക്വൻസികളാണുള്ളത്. ഈ രണ്ട് ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ആൻഡ് ഒമേഗ സി മൈനസ് ഒമേഗ എം. ഇതെന്താണ്? കാരിയറിന്റെ കൂടെ ആഡ് ചെയ്തതാണ്, കാരിയറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തതാണ്. ഇതിനെ പറയുന്ന പേരാണ്, ജനറലി പറയുന്ന പേരാണ് സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ്. ഇതിനെ പറയുന്ന പേരാണ് അപ്പർ സൈഡ് ബാൻഡ് USB. ഇതിനെ പറയുന്ന പേരാണ് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ എത്ര തരത്തിലുള്ള സിഗ്നൽസ് ആണ് കാണുന്നത്? എത്ര തരത്തിലുള്ള ഫ്രീക്വൻസികളാണ് കാണുന്നത്? 3 തരത്തിലുള്ളതാണ്. ഒന്ന് ഏതുണ്ട്? കാരിയറിന്റെ ഫ്രീക്വൻസിക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ അവിടെ തന്നെയുണ്ട്. രണ്ടാമത്തേത് ഏതുണ്ട്? കാരിയർ പ്ലസ് സിഗ്നൽ ഉണ്ട്. മൂന്നാമത്തേത് കാരിയർ മൈനസ് സിഗ്നൽ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയ ഒരു ഡാറ്റയാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൈഡ് ബാൻഡ്. സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഇതാണ് സൈഡ് ബാൻഡ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് mu AC by 2 ആണ്. ഇവിടെയും mu AC by 2 ആണ്. അപ്പൊ mu 0 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലേഷനേ നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സൈഡ് ബാൻഡ് ഫ്രീക്വൻസികൾ ഉണ്ടാകില്ല. ഈക്വൽ ടു വാട്ട്? mu AC by 2. ആംപ്ലിറ്റ്യൂഡ് ഓഫ് സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, mu AC by 2. Then അപ്പൊ ഇവിടെ മോഡുലേഷൻ നടന്നു. മോഡുലേഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ mu AC by 2 എന്ന് കിട്ടിയത്. ഓക്കെ, സോ we have side band and upper side band and lower side band. Then അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ്, ഫ്രീക്വൻസി കർവ് നമുക്ക് എങ്ങനെ പറയാം? ഫ്രീക്വൻസി കർവ് ഈക്വൽ ടു എങ്ങനെ പറയാം? നോക്കൂ, ഇതാ the new ഇത് ആംപ്ലിറ്റ്യൂഡ് AC കൊടുക്കാം. അപ്പൊ ഇതില് ഞാൻ ഒമേഗ സിക്ക് വരെ ന്യൂ സി എന്ന് എഴുതി. ഇത് ന്യൂ സി ആണ്, ഇത് ന്യൂ എം ആണ്. ന്യൂ സി പ്ലസ് ന്യൂ എം ആണ്. ഇത് ന്യൂ സി മൈനസ് ന്യൂ എം ആണ്. ഇതിന്റെ രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? mu AC by 2 ആണ്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? AC ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു AM വേവിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, AM വേവിന്റെ അപ്പർ ഫ്രീക്വൻസി ന്യൂ സി പ്ലസ് ന്യൂ എം ആണ്, ലോവർ ഫ്രീക്വൻസി ന്യൂ സി മൈനസ് ന്യൂ എം ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത് W is equal to what? USB minus LSB ആണ്.
So that is equal to what? Nu c plus nu m minus nu c minus nu m, that is equal to 2 nu m, that is equal to bandwidth of AM wave എന്ന് പറഞ്ഞാൽ 2 into signal frequency. 2 into signal frequency. This is the equation for bandwidth of AM wave. Bandwidth. ഓക്കെ, ഒരു AM വേവിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഒരു AM വേവ് കടന്നു പോകണമെങ്കിൽ ഈ ഫ്രീക്വൻസി വിഡ്ത്ത് വേണം. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി AM വേവ്. ക്ലിയർ? ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ഫ്രീക്വൻസി പറഞ്ഞു, ബാൻഡ് വിഡ്ത്ത് പറഞ്ഞു, സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ പ്രൊഡക്ഷന്റെ കുറച്ച് ബ്ലോക്ക് ഡയഗ്രാം ആണ്. അത് ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്നും വായിക്കാവുന്നതേ ഉള്ളൂ. അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പുതുതായിട്ട് കാണാറില്ല. ഇനി രണ്ടാമത്തെ മോഡുലേഷൻ ആണ് ഫ്രീക്വൻസി മോഡുലേഷൻ. എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിഗ്നൽ. സിഗ്നലിനനുസരിച്ച് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. അവിടെ ആംപ്ലിറ്റ്യൂഡ് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. ക്ലിയർ? ഫ്രീക്വൻസിയാണ് മാറുന്നത്. ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും നമുക്ക്. ഫ്രീക്വൻസി മോഡുലേറ്റഡ് ഫിഗറിന്റെ ഫിഗർ ഇങ്ങനെയാണ് കാണാം. നോക്കൂ, ഇവിടെ നല്ല തിക്ക് ഫ്രീക്വൻസി ആണ്. വീണ്ടും കണ്ടോ? നോക്കൂ, ഇവിടെ ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ഇങ്ങനെയായി മാറും. കാരണം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദിസ് കാൾഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. ക്ലിയർ? ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി സിഗ്നൽ ഈസ് കാൾഡ് വാട്ട്? ഫ്രീക്വൻസി മോഡുലേഷൻ. മൂന്നാമത്തേതാണ് ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് ദ കാരിയർ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല. ദാറ്റ് ഈസ് ദ phase of the carrier changes in accordance with the signal. Okay, clear? Okay. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ്, ഫേസ് മോഡുലേഷൻ എന്താണ്, 3 തരത്തിലുള്ള മോഡുലേഷൻ ആണ്. അതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ വേവിനെ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തിയത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത്, വേണമെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ പ്രൊഡക്ഷൻ നോക്കാം. നോക്കൂ, ആ ബ്ലോക്ക് ഡയഗ്രം നോക്കൂ. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിന്റെ പ്രൊഡക്ഷൻ ആണ്. അതിൽ നോക്കൂ, എക്സ് ഓഫ് ടി ഉണ്ട്, എം ഓഫ് ടി ഉണ്ട്, സി ഓഫ് ടി ഉണ്ട്. ആ എം ഓഫ് ടിയും സി ഓഫ് ടിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എക്സ് ഓഫ് ടി ആയി. എക്സ് ഓഫ് ടി എവിടേക്ക് കടന്നുപോയി? ഒരു സ്ക്വയർ ലോ ഡിവൈസിലേക്ക് പോയി. സ്ക്വയർ ലോ ഡിവൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻപുട്ടിനെ നോൺ ലീനിയർലി സ്ക്വയർ ചെയ്യും. ഇവിടെയുള്ള സ്ക്വയർ ലോ ഡിവൈസിന്റെ ഇക്വേഷൻ എന്താണ്? y ഓഫ് ടി is equal to what? bx ഓഫ് ടി പ്ലസ് cx സ്ക്വയർ ടി. ഇങ്ങനെ ഇൻപുട്ടിനെ നോൺ ലീനിയർലി സ്ക്വയർ ചെയ്തു. ആ സ്ക്വയർ ചെയ്ത ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു? അത് കടന്നു പോകുന്നത് എവിടേക്കാണ്? ഒരു സ്ക്വയർ ലോ ഡിവൈസിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടേമുകൾ ഉണ്ടാവും. കാരണം നമ്മൾ എക്സ് ഓഫ് ടി എന്താണ്? എക്സ് ഓഫ് ടി is equal to a sin omega mt plus ac sin omega ct ആണ്. ഇതിനെ സ്ക്വയർ ചെയ്താൽ a plus b ഹോൾ സ്ക്വയർ ടേമിൽ ഉണ്ടാകും. അതിന് y ഓഫ് ടിയിൽ കടന്നുപോയി. y ഓഫ് ടിയിൽ നമുക്ക് ഒരുപാട് ഔട്ട്പുട്ടിൽ ഒരുപാട് ടേമുകൾ ഉണ്ടാവും. y ഓഫ് ടിയിൽ ഇത് മാത്രം നിങ്ങൾ പഠിക്കണം. y ഓഫ് ടിയിൽ ഔട്ട്പുട്ട് കണ്ടെയ്ൻസ് ഒമേഗ സി ഉണ്ടാവും, ഒമേഗ എം ഉണ്ടാവും, 2 ഒമേഗ എം ഉണ്ടാവും, 2 ഒമേഗ സി ഉണ്ടാവും, ഒമേഗ സി മൈനസ് ഒമേഗ എം ഉണ്ടാവും, ഒമേഗ സി പ്ലസ് ഒമേഗ എം ഉണ്ടാവും. ആൻഡ് ആൾസോ എ കോൺസ്റ്റന്റ് ടേം, ഡി സി ടേം എന്ന് പറയാം. കോൺസ്റ്റന്റ് ടേം c/2 am സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഉണ്ടാവും. മാത്തമാറ്റിക്കലി NCERT-യിൽ ഇത് ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. ഡെറിവേഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ടേമുകൾ ഉണ്ടാവും. ഈ സ്ക്വയർ ലോ ഡിവൈസ് കടന്നു പോകുന്നത് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർക്കാണ്. ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബാൻഡിനെയാണ് അത് കടത്തിവിടുന്നത്. ആ ബാൻഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒമേഗ എം എന്ന് പറയുന്നത് 10 എന്ന് വിചാരിച്ചു. ഓക്കെ, ഒമേഗ സി എന്ന് പറയുന്നത് 1000 ആണെങ്കിൽ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്യാണ്. ബാൻഡ് പാസ് ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 990 to 1010 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 990യുടെ താഴെയുള്ളത് കടത്തിവിടില്ല, 990യുടെ മുകളിലേക്ക് കടത്തിവിടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ കടത്തിവിടാം? 990 ഒമേഗ സിയും ഈ ടേമിൽ ഏതൊക്കെ കടത്തിവിടാം? ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ ഒമേഗ സി പാസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. പാസ് ചെയ്യുന്നത് ഒമേഗ സി കടന്നു പോകും. ഒമേഗ സി ഇതിന്റെ ഇടയിലല്ലേ? ഒമേഗ സി കടന്നു പോകും. ദെൻ ഒമേഗ എം കടന്നു പോകില്ല. ഒമേഗ എം 10 ആണ്, കടന്നു പോകില്ല, ബ്ലോക്ക് ആണ്. പിന്നെ 2 ഒമേഗ എം കടന്നു പോകുമോ? ഇല്ല. 2 ഒമേഗ സി കടന്നു പോകുമോ? ഇല്ല. പിന്നെ ഏത് കടന്നു പോകും? ഒമേഗ സി മൈനസ് ഒമേഗ എം കടന്നു പോകും. ഒമേഗ സി പ്ലസ് ഒമേഗ എം കടന്നു പോകും. ആൻഡ് ആൾസോ ഡി സി ടേമും കടന്നു പോകില്ല. അതുകൊണ്ട് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ കടത്തിവിടുന്ന ടേമാണിത്. ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ ബ്ലോക്ക് ചെയ്യുന്ന ടേമാണ്. മുമ്പ് കേരള മെഡിക്കൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ടേം ചോദിച്ചിരുന്നു. ഒരു y ഓഫ് ടിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ടേം ഏതാണ് എന്നുള്ളത്. ക്ലിയർ ദ ഫിഗർ? ഓക്കെ, ദിസ് ഇസ് മിനിമം നിങ്ങൾ ഇതെങ്കിലും പഠിക്കണം. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഫോർ പ്രൊഡക്ഷൻ ഓഫ് AM വേവ്.
ഒരു AM വേവിന്റെ പ്രൊഡക്ഷനാണ്. ഏതൊക്കെയാണ് പാസ് ചെയ്യുന്നത് പഠിക്കണം, ഏതൊക്കെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് പഠിക്കണം. അടുത്തത് നമുക്ക് നോക്കാം ഡിറ്റക്ഷൻ ഓഫ് AM വേവ്. ഡിറ്റക്ഷൻ ഓഫ് AM വേവിൽ AM വേവ് ദൂരെ നിന്ന് വരുന്നതാണ്. ആ വരുന്നത് റിസീവിംഗ് ആൻഡ് റിസീവ് ചെയ്തതിനു ശേഷം അത് എവിടേക്ക് കടത്തിവിട്ടു? ഒരു ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയറിലേക്ക് കടത്തിവിട്ടു. പവർ ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്തു. ആംപ്ലിഫൈ ചെയ്ത് കടത്തിവിട്ടതിന് ശേഷം അത് IF സ്റ്റേജിലേക്കാണ് കടത്തിവിട്ടത്. IF സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സ്റ്റേജ് വിച്ച് ലോവേഴ്സ് ദ ഫ്രീക്വൻസി. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എക്സാം ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ മെഡിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ റോൾ ഓഫ് IF സ്റ്റേജ്. IF സ്റ്റേജ് എന്താണ്? വിച്ച് ലോവേഴ്സ് ദ ഫ്രീക്വൻസി. ആ IF സ്റ്റേജിൽ നിന്ന് കടന്നു വിട്ടത് എവിടേക്ക് കടത്തിവിട്ടു? ഒരു എൻവലപ്പ് ഡിറ്റക്ടർ, ഒരു ഡിറ്റക്ടറിലേക്ക് കടത്തിവിട്ടു. ഡിറ്റക്ടർ കാരിയറിനെയും സിഗ്നലിനെയും വേർതിരിച്ചു കഴിഞ്ഞു. then again amplified, then user. Clear? That is the reception circuit of AM. ഓക്കെ, ഈ എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒരു RC സർക്യൂട്ട് ആണ്. അതിലൊരു റെക്ടിഫയറും ഉണ്ടാവും, ഒരു RC സർക്യൂട്ടും ഉണ്ടാവും. നിങ്ങൾ കാണാം എൻവലപ്പ് ഡിറ്റക്ടറിന്റെ ഫിഗർ. ആ എൻവലപ്പ് ഡിറ്റക്ടർ നോക്കി നമ്മൾ കൊടുത്ത വേവിനെ ആദ്യം റെക്ടിഫൈ ചെയ്തു. റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് വേവിനെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നേരെ ഒരു RC സർക്യൂട്ടിലേക്ക് കടത്തി വിട്ടു. അതാണ് എൻവലപ്പ് ഡിറ്റക്ടർ. എൻവലപ്പ് ഡിറ്റക്ടർ സിഗ്നലിനെയും കാരിയറിനെയും വേർതിരിച്ചു. ഇതാണ് AM ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ AM ന്റെ പ്രൊഡക്ഷൻ, ഡിറ്റക്ഷൻ, FM എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ തന്നെ നമുക്ക് അതിന്റെ പ്രൊപ്പഗേഷനെ ബേസ് ചെയ്ത് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ വേവിന്റെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസി വേവ്, വെരി ലോ ഫ്രീക്വൻസി വേവ്, ഹൈ ലോ ഫ്രീക്വൻസി വേവ്, ഹൈ ഫ്രീക്വൻസി വേവ്, വെരി ഹൈ ഫ്രീക്വൻസി വേവ്, എക്സ്ട്രാ ഹൈ ഫ്രീക്വൻസി വേവ്, സൂപ്പർ ഹൈ ഫ്രീക്വൻസി വേവ്. നിങ്ങൾ കാണാമോ കോളം? ആ ഫ്രീക്വൻസി റേഞ്ച് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഫ്രീക്വൻസി, ഡിഫറെന്റ് ഫ്രീക്വൻസി വേവ്. അതിൽ ലോ ഫ്രീക്വൻസി വേവ് ഉണ്ട്, ഹൈ ഫ്രീക്വൻസി വേവ് ഉണ്ട്, സൂപ്പർ ഹൈ ഫ്രീക്വൻസി വേവുകളൊക്കെ ഉണ്ട്. എല്ലാ വേവിനെയും ഒരേ ഫ്രീക്വൻസിയിലാണോ കടത്തിവിടുന്നത്? അല്ല, ഓരോ വേവിനെയും വ്യത്യസ്ത ഫ്രീക്വൻസി മോഡിൽ, വ്യത്യസ്ത രീതിയിലാണ് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫ്രീക്വൻസി ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ കാറ്റഗറൈസ് 3 മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ. അതിലെ ഫസ്റ്റ് പ്രൊപ്പഗേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന്റെ പ്രത്യേകത അപ് ടു 2 മെഗാഹെർട്സ് വേവ് മാത്രമാണ്. അപ് ടു 2 മെഗാഹെർട്സ് വേവുകളാണ് ഗ്രൗണ്ട് വേവ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. 2 മെഗാഹെർട്സ് വരെയുള്ള വേവുകളാണ് ഗ്രൗണ്ട് വേവ് ആയി പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഇത് ഗ്രൗണ്ടിന്റെ സർഫസിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പ്രത്യേകത ഇതിന്റെ ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് ദിസ് ആന്റിന ലെങ്ത് ഈസ് λ/4. ഓക്കെ, ഇവിടെ ലോ ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഇറ്റ്സ് when high frequency used its attenuation is very high and its diffraction is very low. ലോ ഫ്രീക്വൻസി വേവ് യൂസ് ചെയ്യുമ്പോൾ അറ്റുനേഷൻ വളരെ കുറവായിരിക്കും, ഡിഫ്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ലോ ഫ്രീക്വൻസി വേവുകളാണ്. ക്ലിയർ? പ്രധാനപ്പെട്ട പോയിന്റ് അപ് ടു 2 മെഗാഹെർട്സ് വരെയാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. രണ്ടാമത്തെ പ്രൊപ്പഗേഷൻ ആണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. സ്കൈ വേവ് പ്രൊപ്പഗേഷന്റെ പ്രത്യേകത നോക്കൂ. ഇത് അറ്റ്മോസ്ഫിയറിന്റെ പല ലെയറുകളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിന്റെ അയോണിക് ഡെൻസിറ്റി ആണ് n എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഒരു വേവിനെ സെൻഡ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുന്നു. ഇവിടെ ഏത് ഫിനോമിനയാണ് നടക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. ഈ ഇതാ ഇവിടെ തട്ടി വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഈ വേവ് വിട്ട് എത്താവുന്ന ഏറ്റവും ചെറിയ ദൂരത്തെ പറയുന്ന പേരാണ് ഡി സ്കിപ്പ് ഡിസ്റ്റൻസ്. ഇതിനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഏകദേശം 2 to 30 മെഗാഹെർട്സ്, ചില ബുക്കിൽ 2 to 30 to 40 മെഗാഹെർട്സ് എന്ന് കാണാം. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണത്. ഇവിടെ ഈ ഫ്രീക്വൻസിയുള്ള വേവിനെയാണ് നമ്മൾ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. അടുത്ത ഒരു ടേം നോക്കൂ. ഈ സ്കൈ വേവ് പ്രൊപ്പഗേഷന്റെ ഏതൊക്കെ ഫ്രീക്വൻസിയെ നേരെ മുകളിലേക്ക് വിട്ടാൽ താഴേക്ക് വരണം, അയണോസ്ഫിയറിൽ തട്ടി തിരിച്ചു വരണം, സാറ്റലൈറ്റിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്രീക്വൻസി ദാറ്റ് ക്യാൻ സെൻഡ് ടു അയണോസ്ഫിയർ ആൻഡ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു എർത്ത് നോർമലി. maximum frequency that can send it to ionosphere and reflected back to earth normally. ആ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ 9√n ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, NCERT ടെക്സ്റ്റിൽ കാണാറില്ലത്. 9√n where n is the electron density. അയണോസ്ഫിയറിന്റെ ഡി ലെയർ, ഇ ലെയർ, F1 ലെയർ, F2 ലെയർ അയണിക് ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. അതൊന്നും നമുക്ക് പൊതുവെ ചോദിക്കാറില്ല. ഇതാണ് പഠിക്കേണ്ടത്, അയണിക് ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ. അപ്പൊ നോക്കി, അയണിക് ഡെൻസിറ്റി കൂടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഫ്രീക്വൻസി വേവിനെ നമുക്ക് നേരെ അയണോസ്ഫിയറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. മൂന്നാമത്താണ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. സ്പേസ് വേവ് പ്രൊപ്പഗേഷന്റെ പ്രത്യേകത above 30 മെഗാഹെർട്സ്.
About 30 മെഗാഹെർട്സ് ആണ് നമ്മൾ സ്പേസ് വേവ് ആയിട്ട് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സ്പേസ് വേവിന്റെ പ്രത്യേകത ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് സ്പേസ് വേവിൽ ഉണ്ടാകുക. LOS, ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എർത്ത് ആണെങ്കിൽ ഇതൊരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന HT, ഇത് റിസീവിംഗ് ആന്റിന HR. അപ്പൊ നേരെ ട്രാൻസ്മിറ്റ് ചെയ്യണം കേട്ടോ. മൊബൈൽ ടവേഴ്സ് ഒക്കെ LOS കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ടിവിയുടെ ആന്റിന വെക്കുമ്പോൾ നമ്മൾ മരങ്ങളൊക്കെ വെട്ടുന്നത് LOS കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് LOS കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇതിനെ നമുക്ക് എന്താ എഴുതാം? DT എന്ന് എഴുതാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ഉള്ളത് DR. Therefore, distance of LOS communication is equal to what? Is equal to √2 RHT plus √2 RHR. Receiving antenna, transmitting antenna തമ്മിലുള്ള √2 R distance. That is the range of the communication. Clear? These are LOS communication. അപ്പൊ ടവർ ടു ടവർ ഒക്കെ LOS കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഇതിലും വലിയ ഫ്രീക്വൻസി നേരെ ഇങ്ങനെ പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ എവിടേക്ക് വിടുന്നു? സാറ്റലൈറ്റിലേക്ക് വിടുന്നു. സാറ്റലൈറ്റ് താഴേക്ക് വരുന്നു. ഇറ്റ് ഈസ് ആൾസോ LOS കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് അപ്പ് ലിങ്കിലേക്കും ഡൗൺ ലിങ്കിലേക്കും വിടുന്ന സാറ്റലൈറ്റ് ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ഇതാണ് പ്രൊപ്പഗേഷൻ ഓഫ് EMP. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ചാനലിനും ഒരു വിഡ്ത്ത് ഉണ്ട്, അതേപോലെ തന്നെ ഓരോ മീഡിയത്തിനും ഒരു വിഡ്ത്ത് ഉണ്ട്. ഉദാഹരണം, ഒരു റോഡിന് ഒരു വീതിയുണ്ട്, ഒരു വെഹിക്കിളിന് ഒരു വീതിയുണ്ട്. വെഹിക്കിളിന്റെ വീതിയെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിഗ്നൽ എന്ന് പറയാം, റോഡിന്റെ വീതിയെ ബാൻഡ് വിഡ്ത്ത് ഓഫ് മീഡിയം എന്ന് പറയാം. ഇനി ഞാൻ പറയുന്ന കുറച്ച് ഫ്രീക്വൻസികൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫ്രീക്വൻസി ഓഫ് എ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2800 ഹെർട്സ് ആണ്. നമുക്ക് സംസാരിച്ചാൽ കേൾക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 20 to 20 കിലോ ഹെർട്സ് ആണ്. അപ്രോക്സിമേറ്റ്ലി 20 കിലോ ഹെർട്സ് ആണ്. വീഡിയോ സിഗ്നലിന്റെ ബാൻഡ് വിഡ്ത്ത് 6 മെഗാ ഹെർട്സ് ആണ്. പിക്ചർ ഓൺലി ആണെങ്കിൽ 4.2 മെഗാ ഹെർട്സ് ആണ്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് ഓഫ് എ ഡിജിറ്റൽ സിഗ്നൽ ഇൻഫിനിറ്റി ആണ്. ബട്ട് പ്രാക്ടിക്കൽ പർപ്പസിന് അതിന്റെ ഹയർ ഹാർമോണിക്സിനെ ലിമിറ്റ് ചെയ്ത് ലോവർ ഫ്രീക്വൻസി ആണ് നമ്മൾ സെലക്ട് ചെയ്യാറ്. ഓക്കെ, ദെൻ അടുത്തത് ബാൻഡ് വിഡ്ത്ത് ഓഫ് മീഡിയം. കൊയാക്സിയൽ കേബിളിന്റെ 750 മെഗാ ഹെർട്സ് ആണ്. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ ടെറാഹെർട്സ് ആണ്, ഓഫ് ദി ഓർഡർ ഓഫ് ടെറാഹെർട്സ് ആണ്. ദെൻ NCERT ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ചാപ്റ്റർ തുടങ്ങി മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോളം കാണാം. ആ കോളത്തിലെ വാല്യൂകൾ നിങ്ങൾ മുഴുവൻ പഠിക്കണം. AM നമുക്കറിയാം 540 സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ FM 80 to 108. ദെൻ സാറ്റലൈറ്റ് അപ്ലിങ്ക് ഡൗൺലിങ്ക്. ദെൻ UHF VHF ടിവിയുടെ പഠിക്കേണ്ട, പക്ഷേ FM AM സാറ്റലൈറ്റ് അപ്ലിങ്ക് ഡൗൺലിങ്കും മൊബൈൽ റേഡിയോസ്. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഹോൾ ടോപ്പിക്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില